ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നോ പുഡിങ്ങാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായിലിട്ടാൽ അലുത്തു പോകുന്ന ഈ സ്നോ പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കൊരു സ്നോ പുഡിങ് തയ്യാറാക്കാം. ആദ്യം ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോകും. ഇതിലേക്കൊരു 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചെറുകയൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ബ്രൗൺ കളറാക്കൽ, ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം, എല്ലായിടത്തും ആകത്തക്ക വിധം. സൈഡിലോട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ പാത്രം മാറ്റി വെക്കാം. സ്നോ പുഡിങ്ങിനായിട്ട് ഞാൻ 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞ വീണിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒട്ടും നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് ഈ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിനോ ഇലക്ട്രിക് ബീറ്ററിനോ ഒന്നും വെള്ളമയം പാടില്ല. നമുക്കൊരു 20-25 സെക്കൻഡ് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 3-4 പ്രാവശ്യമായിട്ട് ഇതിട്ട് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ആ മുട്ടയൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരുന്ന മഞ്ഞയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മളിത് ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് കാരമലൈസ് ചെയ്ത കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവിയിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് വെള്ളമൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈ പുഡിങ് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പുഡിങ് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. തണുത്ത പുഡിങ് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്താം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നോ പുഡിങ് റെഡി ആയിരിക്കുകയാണ്.
എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.